ഹിമാചൽ പ്രദേശിൽ നിന്ന് കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നവർ ബിജെപിയിലേക്ക് പോയി. നേരത്തെ പോയവരുടെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നയാൾ നാളെ ബിജെപിയിൽ പോവില്ല എത്ര ഉറപ്പാണുള്ളത്? അപ്പൊ ഒരു നേതാവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് TV ചാനലിൽ ഇരുന്നിട്ട് കരയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ പല നേതാക്കന്മാരെയും കോടികൾ കൊടുത്ത് മനസ്സ് മാറ്റി വാങ്ങിക്കൊണ്ടുപോയതാണ്. ഇങ്ങനെ വിലക്കെടുക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ? അതാണ് ചോദ്യം. ആ ചോദ്യം നല്ല ചോദ്യം. അത് നമ്മൾ അംഗീകരിക്കും. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യത്തെ തകർക്കുന്ന, മനുഷ്യനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന ഹീന കൃത്യമാണ് കുതിര കച്ചവടം. ബിജെപിയും RSSും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയും അല്ലാതെയും വാരിക്കൂട്ടി അവിഹിത മാർഗത്തിലൂടെ സമ്പാദിച്ച ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപ ഉപയോഗിച്ച് MLA-മാരെ വിലക്ക് വാങ്ങുന്നു, MP-മാരെ വിലക്ക് വാങ്ങുന്നു, മനുഷ്യനെ വില കൊടുത്തു. അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല, അത് നെറികേടാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു. ശരിയാണോ നേതാവ് പറഞ്ഞത്? പക്ഷെ അതിന് മറുഭാഗം കൂടി ഉണ്ട്. മറുഭാഗം അത് നേതാവ് പറഞ്ഞിട്ടുള്ളൂ. വാങ്ങാൻ വരുന്ന ബിജെപിയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറുഭാഗത്തോ അടുക്കി വെച്ച നോട്ടുകെട്ടുകൾ കാണുമ്പോ സ്വയം വില നിശ്ചയിച്ച് വിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത എരപ്പാളികളുടെ കൂട്ടമായി ഇന്ത്യയിലെ കോൺഗ്രസ് മാറി. മറുഭാഗം അവിടെയാണ് കേരളത്തിൽ നിന്ന് 20 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ വിജയിച്ചാലുള്ള മാറ്റം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്ത്? ഇന്ത്യൻ പാർലമെന്റിൽ അവർ നിശബ്ദരായിരിക്കില്ല. രാജ്യം വെല്ലുവിളികളെ നേരിടുമ്പോൾ അവരുടെ ശബ്ദമുയരും. കേരളം അനാഥമായിരിക്കില്ല. കേരളത്തിനെതിരായി കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കൽ വരുമ്പോ പ്രതിഷേധിക്കാനും പോരാടാനും ഇടതുപക്ഷത്തിന്റെ കൊടിക്കൂറയുമായി അവരുണ്ടാവും. ഒപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളിതുവരെ അച്ചടിച്ചിട്ടുള്ള അത്രയും കറൻസി മുന്നിൽ കൊണ്ടുവന്നിട്ടാലും അവരെ വിലക്കെടുക്കാനാവില്ല. അവർ സംഘപരിവാരത്തിന് വിലക്ക് വാങ്ങാൻ കഴിയാത്ത പർവ്വത സമാനരായ ഔന്നത്യമുള്ള നേതാക്കന്മാരായി നിൽക്കും. അതാണ് ഉറപ്പ്. അങ്ങനെ വിശ്വാസം അർപ്പിക്കാൻ ഈ കൂട്ടരെ സാധിക്കും. അത് നമ്മുടെ അനുഭവം, ഈ സമീപകാല അനുഭവം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അക്കൂട്ടത്തിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൈവന്നിട്ടുള്ള ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ അധികം സംഭവിക്കാത്ത ഒരു കാര്യത്തിൽ അനിൽ ആന്റണിക്കും ആന്റോ ആന്റണിക്കും അഭിമാനിക്കാം. ഏത് കാര്യത്തിൽ? തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ സമർപ്പിച്ചപ്പോ തങ്ങൾക്ക് എതിരാളിയായി ലഭിച്ചത് PM തോമസ് ഐസക് എന്ന മനുഷ്യനെയാണ് എന്ന് അഭിമാനിക്കും. ബാലറ്റ് യന്ത്രത്തിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ PM തോമസ് ഐസക്കിന്റെ പേരിനോടൊപ്പം തങ്ങളുടെയും പേര് ആലേഖനം ചെയ്തു എന്ന് ആത്മകഥ എഴുതുമ്പോ അഭിമാനത്തോടെ അവർക്ക് പറയാൻ സാധിക്കും. അതാണ്. ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. വാക്കുകൾക്കും മുഖമുരകൾക്കും അതീതമായി വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഏതൊരാൾക്കും ആദരവോടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തോമസ് ഐസക്. അങ്ങനെ അധികം ആളുകൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, ദീർഘവീക്ഷണത്തോടുകൂടിയ രാഷ്ട്രീയ സമീപനവുമായി തോമസ് ഐസക് നേതൃത്വം കൊടുത്ത പദ്ധതികളാണ് ഒരർത്ഥത്തിൽ നവകേരളത്തെ രൂപപ്പെടുത്തി. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നു. ജനകീയാസൂത്രണത്തിന്റെ പിന്നിൽ തോമസ് ഐസക്കിന്റെ സജീവമായ നേതൃത്വം ഉണ്ടായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. ഒരു ദശാബ്ദം കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ന് നോക്കിയാൽ കാണുന്ന അണമുറിയാത്ത വികസന ശൃംഖലയ്ക്ക് ജന്മമേകിയത് ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച കിഫ്ബി യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവൃത്തി പഥത്തിൽ എത്തിച്ചതാണ്. കിഫ്ബി പദ്ധതി നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ പള്ളിക്കൂടങ്ങൾ,
പശ്ചാത്തല സൗകര്യ രംഗത്തെ മഹാവികസനങ്ങളാകെ യാഥാർത്ഥ്യമായത് ഈ മനുഷ്യൻ ധനകാര്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് കൊണ്ടാണ്. ആ മാറ്റത്തിന് കേരളം തലമുറകളോളം തോമസ് ഐസക് എന്ന മനുഷ്യനോട് കടപ്പെട്ടിരിക്കും. എന്താണ് തോമസ് ഐസക്കിനെ കുറിച്ച് ആക്ഷേപം പറയുന്നത്? തോമസ് ഐസക്കിനെ കുറിച്ച് ആക്ഷേപം പറയുന്നത് കടമായി. കടം. ഏത് സംസ്ഥാനത്തിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടം? ഏറ്റവും കൂടുതൽ കടം പഞ്ചാബിനാണ്. അത് എങ്ങനെ വന്നു? കോൺഗ്രസ് ഭരിച്ചപ്പോൾ. ഇപ്പൊ ആം ആദ്മി പാർട്ടിയാണ്, അപ്പോഴല്ല കോൺഗ്രസ് ഭരിച്ചപ്പോൾ. ഇന്ത്യയിൽ കടത്തിന്റെ കാര്യത്തിൽ ആദ്യം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കടമുള്ള 5 സംസ്ഥാനം എടുത്താൽ ആ 5 സംസ്ഥാനങ്ങളിൽ ഒന്നല്ല കേരളം. കേരളം കടക്കെണിയിലാണ് എന്നത് പച്ചക്കള്ളം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ കടമുള്ള സംസ്ഥാനമാണ് കേരളം. കടമെടുക്കാൻ അവകാശമുണ്ട് കേരളത്തിന്. ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് അവകാശം. എന്തിനാണ് അവകാശം? കടമെടുക്കാനാണ്. കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുക. കേന്ദ്രം ആ പരിധി ലംഘിച്ചു, എന്നിട്ടും കടമെടുത്തുകൊണ്ടിരിക്കുക. കേരളം പരിധിക്കകത്ത് വളരെ സുരക്ഷിതമായ തരത്തിൽ മാത്രം കടമെടുക്കുന്നു. ആ കടം നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ കടമെടുത്തില്ലെങ്കിൽ ഈ വികസനമൊന്നും നടക്കില്ല. സ്കൂൾ ഉണ്ടാവില്ല, ആശുപത്രി ഉണ്ടാവില്ല, റോഡ് ഉണ്ടാവില്ല, പാലം ഉണ്ടാവില്ല, ഒരു പുല്ലും ഉണ്ടാവില്ല. അങ്ങനെ കേരളം നരകിച്ചു പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുള്ള കാലത്ത് കടമെടുത്തിട്ടില്ല. എടുത്തു. വ്യത്യാസം എന്താണ്? തോമസ് ഐസക് മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത കടം സ്കൂളായും ആശുപത്രിയായും റോഡായും പാലമായും ശിരസുയർത്തി നിൽക്കുന്നു. എന്നാൽ UDF-ന്റെ കാലഘട്ടത്തിലോ ആ കടമായി മാത്രം നിൽക്കുന്നു, അടയാളങ്ങളില്ല. അതാണ് വ്യത്യാസം.